കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണ കാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് പാലക്കാട് ജില്ലയിലെ എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠനാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ പഞ്ചായത്ത് പോകുന്നത് മലയോര മേഖലയായ പാലക്കാട് ജില്ലയിലെ എലവഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠനുണ്ട്. നമസ്കാരം ശ്രീ മണികണ്ഠൻ. നമസ്കാരം. കാർഷിക മേഖലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് എലവഞ്ചേരി. മഴക്കാലം എത്തി, മഴക്കെടുതികളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് പഞ്ചായത്ത് ഏകോപിപ്പിക്കുന്നത്? ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നല്ല നിർദ്ദേശങ്ങൾ കളക്ടറിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് നമ്മൾ പാലിച്ചുകൊണ്ട് ഇവിടെ വളണ്ടിയർമാരെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏത് രാത്രിയും പകലും 24 മണിക്കൂറും വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന രീതിയിൽ നമ്മൾ വളണ്ടിയർമാരെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഴക്കാലപൂർവ്വ കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഒരു 10,000 രൂപ വെച്ച് എല്ലാ വാർഡും 14 വാർഡുകളാണ് എലവഞ്ചേരിയിലുള്ളത്. ആ വാർഡുകളിലേക്ക് അയച്ചു കൊടുത്ത് നമ്മുടെ ഓടകൾ, ചാലുകൾ, അതുപോലെ തന്നെ കുളങ്ങള്, കിണറുകൾ, ഇങ്ങനെ എല്ലാം വൃത്തിയാക്കേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം മഴക്കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളെല്ലാം വൃത്തിയാക്കി വെക്കുകയാണ്. കാരണം കാലവർഷം തുടങ്ങിക്കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിൽ നമ്മൾക്ക് അപകടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് മുൻകാലങ്ങളെ കുറിച്ചൊക്കെ അറിയാം. പുഴയരികിലുള്ള ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്നത്, അങ്ങനെ അതുപോലെ തന്നെ ടൗണുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഡിച്ചുകളെല്ലാം വൃത്തിയാക്കുക, കുടിവെള്ള സ്രോതസ്സുകളെല്ലാം വൃത്തിയാക്കുക. അതിന്റെ ഭാഗമായിട്ട് അയച്ചു കൊടുത്തിട്ട് എല്ലാ വാർഡുകളും ഇപ്പോൾ ക്ലീൻ ആണ്. അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ മേഖലയായിട്ടുള്ള മലയോര മേഖലകളിൽ 1-2 കുടുംബങ്ങളുടെ അവരെ മാറ്റി പാർപ്പിക്കാനുള്ള സൗകര്യത്തോടു കൂടി മാറ്റി പാർപ്പിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോ എലവഞ്ചേരിയെ സംബന്ധിച്ച് ഇപ്പൊ എടുത്തു പറയത്തക്ക വലിയ അപകട നിലയൊന്നും ഇപ്പൊ ഇല്ല. അതുകൊണ്ട് എല്ലാം സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വളണ്ടിയർമാർ നമ്മുടെ സജ്ജമായിട്ട് പഞ്ചായത്തിലുണ്ട്. അതുപോലെ തന്നെ മഴക്കാലപൂർവ്വ രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പകർച്ചവ്യാധികൾ വരാതിരിക്കാൻ നമ്മുടെ കോളനികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധനകളൊക്കെ നമ്മൾ നടത്താറുണ്ട്. ആശാ വർക്കർമാര്, ആരോഗ്യ വളണ്ടിയർമാര്, അവരെല്ലാം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ കോളനി കേന്ദ്രങ്ങളെല്ലാം ഇപ്പോ നഗർന്ന് പറയും, ആ പ്രദേശങ്ങളെല്ലാം വൃത്തിയാക്കി നമ്മളിപ്പോ വെച്ചിട്ടുണ്ട്. ഇപ്പൊ പറയത്തക്ക വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പൊ ഇല്ല. പിന്നെ അതോടൊപ്പം തന്നെ എലവഞ്ചേരി പഞ്ചായത്ത് എന്ന് പറയുന്നത് മലയോര മേഖലയാണ്, കാർഷിക മേഖലയാണ്. ഏറ്റവും കൂടുതൽ കർഷകരാണ് ഇവിടെയുള്ളത്. ചുരുങ്ങിയത് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വർഷം മൺസൂൺ നേരത്തെയാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങളൊക്കെ നേരത്തെ തന്നെ പഞ്ചായത്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ പകർച്ചവ്യാധികളൊക്കെ പിടിപെടുന്ന ഒരു സാഹചര്യമാണ്. ആരോഗ്യ മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? ആരോഗ്യ മേഖലയിലുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ സിറ്റുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മേഖലയിൽ സജ്ജമാണ്. നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന PHC യാണുള്ളത്. അത് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. അതിന്റെ ടെൻഡർ നടപടികൾ കഴിഞ്ഞു. ഒരു 1.5 കോടി രൂപ നമുക്ക് ബഹുമാനപ്പെട്ട MLA സഹായത്താൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സബ് സെന്റർ 50 ലക്ഷം രൂപയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മഴക്കാല പൂർവ്വ രോഗമായിട്ടുള്ള വളണ്ടിയർമാരെ നമ്മൾ വാർഡ് തലമയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ആശാ വർക്കർക്ക് പുറമെ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ വീടുകളിലും പ്ലാസ്റ്റിക്കോ വെള്ളങ്ങളോ കെട്ടിക്കിടക്കുകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കമഴ്ത്തിക്കളയാനും അതിനുള്ള നിർദ്ദേശം കൊടുക്കാനുള്ള ഈ വളണ്ടിയർമാരെയും നമ്മൾ ആരോഗ്യ മേഖലയിൽ സിദ്ധമാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പഞ്ചായത്ത് നിലയിൽ നോട്ടീസുകൾ അടിച്ച് വിതരണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ വീടുകളിലും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കാലവർഷം തുടങ്ങുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട രീതികൾ, ചുടുവെള്ളം മാത്രമേ കുടിക്കാവൂ. അതുപോലെ തന്നെ വീടിൽ കെട്ടിക്കിടന്ന് വെള്ളങ്ങൾ നിൽക്കാൻ പാടില്ല, അതിന് എടുത്തുവിടണം. അതിന് പഞ്ചായത്തിന്റെ എന്ത് സഹായം ഉണ്ടെങ്കിലും, വീടുകളുടെ മുകളിൽ മരങ്ങൾ നിൽക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും അപകടങ്ങൾ സംഭവിക്കാം, അതിനുള്ള മുൻകരുതലുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അംഗൻവാടികള്, അതുപോലെ നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ മുകളിലുള്ള മരങ്ങളെല്ലാം മുറിച്ചു മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് അതിന്റെ വർക്കുകൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇപ്പൊ പറയത്തക്ക വിധത്തിലുള്ള പ്രകൃതിക്ഷോഭമോ മറ്റോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നമ്മുടെ പഞ്ചായത്ത്. തീർച്ചയായിട്ടും എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയ്ക്ക് പ്രത്യേകം ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. കാർഷിക മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഏകോപിപ്പിച്ച് നടപ്പിലാക്കി വരുന്നത്? ഈ കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉത്ഭവിപ്പിക്കുന്ന കേരളത്തിലെ ഒന്നാമത്തെ പഞ്ചായത്താണ് എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. ഇവിടെ ഒരു കർഷകൻ 1 കോടിയിൽ കൂടുതൽ വിറ്റുവരവ് നടത്തിയിട്ടുള്ള പഞ്ചായത്താണ്. അതുപോലെ ഒരു ശിവദാസൻ പറയാം, അതുപോലെ 3 പേരുണ്ട്, സുനിൽ പപ്പൻ എന്നൊക്കെ പറഞ്ഞ 3 പേര് 1 കോടിയിൽ കൂടുതൽ. കാരണം നമുക്ക് പല ബിസിനസ്സുകാരാണ് അത്തരം രീതിയിൽ വരുമാനം എന്ന് പറയുന്നത്. അത് ഒരു കാർഷിക മേഖല കാരണം പറഞ്ഞാൽ നഷ്ടമായിട്ട് എല്ലാവരും പിന്തിരിഞ്ഞു പോകുന്ന ആ മേഖലയിൽ കർഷകർ, യുവാക്കളായിട്ടുള്ള കർഷകർ ഇന്ന് പച്ചക്കറി ചെയ്ത് അതിൽ ഈ കൃഷി ഇറക്കുക എന്ന് പറയുന്നത് നമ്മൾക്ക് വരുന്ന ചെലവ് 85% നമ്മുടെ ഗവൺമെന്റ് സബ്സിഡി ആയിട്ട് കൊടുക്കും പച്ചക്കറി. അവർ അതിൻ്റെതായിട്ടുള്ള അപേക്ഷകൾ കൊടുത്ത് ഡിപ്പാർട്ട്മെന്റ് സഹായിക്കുന്നുണ്ട്. പഞ്ചായത്തും അവർക്ക് വേണ്ടിയിട്ടുള്ള തൊഴിലുറപ്പ് പണികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ സഹായിക്കാൻ, അവർക്ക് ഏരിയെടുക്കുന്നതിനും അവർക്ക് പച്ചക്കറിക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ തൊഴിലുറപ്പിലൂടെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിലുമായി, അതുപോലെ കർഷകരെ സഹായിക്കുന്ന ഒരു സഹായവുമായി, അങ്ങനെ നമ്മളെ കർഷകരെ കൂടുതൽ ആ മേഖലയിലേക്ക് അവർക്ക് വേണ്ടിയ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെ നെല്ല് കർഷകർ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന നല്ല ഒരു നെൽ കർഷകനായിട്ട് നമ്മുടെ ഇവിടുത്തെ സാബുമോൻ എന്ന് പറയുന്ന ആള് ഈ നമ്മുടെ സംസ്ഥാന അവാർഡ് ഇപ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു. സംസ്ഥാന തലത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന ഒരാള്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പച്ചക്കറി 1 കോടിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പ്രസാദ് സാറ് ഇവിടെ പനങ്ങാട്ടിരിയിൽ വന്ന് അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. ഈ ശിവദാസൻ പറയുന്ന 1 കോടി രൂപ വിറ്റ് വരവുള്ള, അപ്പോ ഇപ്പൊ അയാളുടെ 1.5 കോടിയോളം എത്തി എന്നാണ് നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ എല്ലാവരും ഇന്ന് യുവാക്കൾ ഈ നമ്മുടെ എലവഞ്ചേരി പഞ്ചായത്തിൽ ഈ പച്ചക്കറിയും അതുപോലെ കൃഷി മേഖലയിലേക്ക് വരികയാണ്. ദുബായിൽ നിന്ന് ജോലി പോലും ഉപേക്ഷിച്ച് ഇവിടെ വന്ന് കൃഷി ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല രീതിയിൽ, അതുപോലെ തന്നെ ഏറ്റവും വിപണി കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം നമുക്ക് VAPCK ഇതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തിലുണ്ട്. എന്ത് പച്ചക്കറിയാണെങ്കിലും നമ്മൾ വീട്ടാവശ്യത്തിന് വെക്കുന്ന പച്ചക്കറി നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ അത് ആ VAPC കൊണ്ട് കൊടുത്താൽ അവർക്ക് ആ ചെറിയ വരുമാനം ആ വീട്ടുകാർക്ക് ഒരിക്കലും കേടുവന്ന് കളയേണ്ടതോ അവർക്ക് ലാഭം നഷ്ടപ്പെട്ടു എന്നുള്ള യാതൊരു വിധത്തിലുള്ള പ്രശ്നവും വരുന്നില്ല. കാരണം അതുകൊണ്ടാണ് ഇന്ന് എല്ലാ ചെറുപ്പക്കാരും ഈ പച്ചക്കറി മേഖലയിലേക്ക് കടന്നു വരുന്നത്. അതുപോലെ തന്നെ നെൽകർഷകർ ഇന്നിപ്പോ സബ്സിഡി ആയിട്ട് എത്ര നെല്ലുണ്ടെങ്കിലും താങ്ങുവിലയ്ക്ക് ഗവൺമെന്റ് എടുക്കുക എന്നുള്ളത് ധൈര്യത്തില്, കാരണം നെല്ല് വിൽക്കാൻ പറ്റാതെ കിടക്കുന്നു അല്ലെങ്കിൽ എടുക്കാൻ ആളില്ല എന്നുള്ള മട്ടില് കിടക്കലില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഈ മേഖലയിലേക്കാണ് വരുന്നത്. അത് നെല്ലും നന്നായിട്ട് ഉത്പാദിപ്പിക്കുന്ന ഒരു പഞ്ചായത്ത് തന്നെയാണ്. അതുപോലെ തന്നെ പച്ചക്കറി കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പച്ചക്കറി ചെയ്യുന്നതും വിറ്റുവരവുള്ള ഒരു പഞ്ചായത്ത്. അത് നിങ്ങൾക്ക് VAPCK പരിശോധിച്ചാൽ അറിയാൻ കഴിയും. അതുകൊണ്ട് ഒരുപാട് മേഖലയിലുള്ളവർക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് എല്ലാം ട്രിപ്പിലൂടെയാണ് കർഷകര് കൃഷി ഇറക്കുന്നത്. കാരണം ആദ്യം തുടക്കം മാത്രമേ ആളുടെ ആവശ്യമുള്ളൂ. ബാക്കി മരുന്നടിക്കുന്നതും അതുപോലെ തന്നെ മരുന്ന് പ്രയോഗിക്കുന്നത്, അതുപോലെ തന്നെ വളം പ്രയോഗിക്കുന്നത്, അതിൽ കീടങ്ങളെ തുരത്താനുള്ള എന്തെല്ലാം തരം മരുന്നുകൾ പ്രയോഗിക്കുന്നു എല്ലാം അവർ ട്രിപ്പിലൂടെ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് അവർക്ക് അധികം കൂലി ചെലവുകൾ എടുക്കേണ്ടി വരുന്നില്ല. അവർക്ക് വലിയ നഷ്ടം സംഭവിക്കാറില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതുപോലെ കാലവർഷക്കെടുതിയിലൊക്കെ പച്ചക്കറിക്കോ നെൽകർഷകർക്കോ എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നാൽ അപ്പപ്പോ തന്നെ നമ്മൾ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് അത് ഉടനെ സ്ഥലം പരിശോധിച്ച് അവർക്ക് എന്തെങ്കിലും ഈ പ്രകൃതിക്ഷോഭപരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അവര് അതിന് ചെയ്യാനും അവർക്ക് അതിനുള്ള ആനുകൂല്യം മേടിച്ചു കൊടുക്കാനും, അതോടൊപ്പം തന്നെ എല്ലാ കൃഷിക്കാരെയും തുടക്കം തന്നെ ഈ കൃഷിയുടെ ഇൻഷുറൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് അവർക്ക് ആർക്കും ഇതിൽ നഷ്ടം വന്നു എന്ന് പറയാൻ ഇതുവരെയായിട്ട് അത് അത്തരം രീതിയിൽ എലവഞ്ചേരി പഞ്ചായത്തിലെ ഒരു കർഷകർക്ക് നഷ്ടം ബാധിച്ചതായിട്ട് ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. മാലിന്യമുക്ത പഞ്ചായത്താണ് എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. എങ്ങനെയാണ് മാലിന്യ സംസ്കരണം എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? ഹരിതകർമ്മ സേനാംഗങ്ങൾ, MCO സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തിൽ പ്രയോജനപ്പെടുത്തുന്നത്? ഇവിടെ 14 വാർഡാണുള്ളത്. 28 പേര് ഹരിതകർമ്മ സേന സഹോദരിമാരുണ്ട്. എല്ലാ വീടുകളിലും എല്ലാ മാസവും പോയി
ആദ്യം തുടക്കമൊക്കെ ആൾക്കാർക്ക് യൂസഫി കൊടുക്കുന്നതിലൊക്കെ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഈ മാലിന്യം കൊണ്ട് ഈ മാലിന്യം ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മുടെ ആരോഗ്യത്തിന് തന്നെ ദോഷമാണ് എന്നുള്ള നല്ല പ്രചരണം ജനങ്ങൾക്ക് ഈ ലഭിക്കുകയുണ്ടായപ്പോൾ ഇപ്പോ ഹരിതകർമ്മ സേന സഹോദരിമാരെ അവരുടെ വരവ് കാത്തിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ വീട്ടുകാർ. അപ്പൊ ഞങ്ങള് അതിൽ ഈ മാലിന്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പരമാവധി വാഹനങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ട്രാക്ടർ ഇവിടെയുണ്ട്, അതുപോലെ പെട്ടിയാട്ടോഷൻ, ട്രോളി മറ്റു വീടുകളിൽ നിന്ന് എടുത്ത് ഒരിക്കലും തലയിൽ വെച്ച് ചുമന്നു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അവർക്ക് ആ ട്രോളിയൊക്കെ സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് കയ്യോറ കാലോറയായിട്ടുള്ള ഉപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മിനി MCFകൾ 14 വാർഡുകളിലും നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ വീടുകളിൽ നിന്ന് എടുത്ത് മിനി MCFകളിൽ വെച്ച് അതിൽ നിന്ന് മെയിൻ MCFൽ എത്തിച്ച് ചില സമയങ്ങളിൽ തരംതിരിക്കലുണ്ട്, ചില സമയത്ത് തരംതിരിക്കാൻ പറ്റാത്തത് നമ്മൾ നമ്മുടെ ഓൺ ഫണ്ടിൽ നിന്ന് തന്നെ ഒരു ചെറിയ സംഖ്യ കൊടുത്ത് ഗ്രീൻ കേരളയോ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിക്കാരാണ് അതെടുത്തിട്ട് അപ്പപ്പോ നമ്മൾ സമയബന്ധിതമായിട്ട് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള ഇടപെടൽ ഉണ്ടാകണം. ഇല്ലാതിരിക്കുമ്പോഴാണ്, ഇത് കെട്ടിക്കിടക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഈ പഞ്ചായത്തിൽ എടുത്തിട്ട് വീടുകളിൽ നിന്ന് എടുത്തിട്ട് പോയത് പുറത്ത് തന്നെ കിടക്കുന്നു എന്നുള്ള ആക്ഷേപം വരുന്നത്. അങ്ങനെ ഒരിക്കലും വരാതെ നമ്മൾ ഭരണസമിതി അതിനെ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ CCTVകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡബിൾ ബിന്നുകൾ, ജൈവവും അജൈവവും മാലിന്യപരമായിട്ടുള്ളത് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തിൽ വരുന്ന 7ഓളം ടൗണുകളിൽ നമ്മളത് സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, അംഗൻവാടികളിലേക്ക് കൊടുത്തിട്ടുണ്ട്, വിവിധ സ്കൂളുകളും നമ്മളുടെ പൊതുവിദ്യാലയം എന്ന് മാത്രമല്ല എല്ലാ സ്കൂളുകളിലേക്കും ഇതുപോലെ ബോട്ടിൽ ബൂത്തുകളും സൗകര്യങ്ങളും നമ്മൾ ഏർപ്പാട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു അലക്ഷ്യപരമായിട്ട് റോഡ് സൈഡുകളിലോ മറ്റുള്ള ഭാഗങ്ങളിൽ പ്ലാസ്റ്റിക്കോ മറ്റുള്ളത് വലിച്ചെറിയുകയാണെങ്കിൽ അത് നമ്മൾ മാസത്തിൽ കുറച്ച് 4-5 സഹോദരിമാരെ വിട്ടിട്ട് പൊതുസ്ഥലങ്ങളിലുള്ളതെല്ലാം പെറുക്കി നമ്മൾ MCFൽ എത്തിച്ച് അത് കയറ്റി വിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏത് പ്രദേശത്താണെങ്കിലും നമ്മുടെ എലവഞ്ചേരി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങൾ എവിടെ വന്ന് നോക്കിയാലും മാലിന്യം കെട്ടിക്കിടക്കുന്ന ഒരു പ്രദേശം ഇല്ല എന്നുള്ളത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ അംഗനവാടിയിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് യാത്രയയപ്പ് അടക്കം നൽകിയിട്ടുണ്ട്. പ്രഭാത ഭക്ഷണം, കുട്ടികൾക്ക് മേശ, കസേര, ലാപ്ടോപ്പ് അടക്കം വിതരണം ചെയ്യുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതെ, തീർച്ചയായിട്ടും ഇന്ന് പ്രവേശനോത്സവം അല്ല. കാരണം എന്ന് വെച്ചാൽ 3-ാം തീയതിയാണ് അംഗൻവാടികളുടെ പ്രവേശനോത്സവം. പക്ഷെ ഇന്ന് നമ്മുടെ ഈ ഇത്ര 2 വർഷം കാലം നമ്മുടെ അംഗൻവാടികളിൽ ഇരുന്ന കുട്ടികൾ 2-ാം തീയതി സ്കൂളുകളിലേക്ക് പ്രവേശിച്ചാൽ 3-ാം തീയതിയാണ് അംഗൻവാടികളുടെ പ്രവേശനോത്സവം. പക്ഷെ അവർക്ക് അതിൽ പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ മുൻകാലങ്ങളിൽ പഠിച്ച കുട്ടികളെ ഒരു യാത്രയയക്കാൻ അവരെ വെറുതെ അയക്കാൻ പറ്റില്ല. അവർക്കുള്ള മെമന്റോയും അവർ നല്ല രീതിയിൽ തന്നെ 20 ഈ പഞ്ചായത്തിൽ വരുന്ന അംഗൻവാടികളിൽ ആ കുട്ടികൾക്കുള്ള യാത്രയയപ്പ് നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ അംഗൻവാടികളിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ, മറ്റേ മിക്സി അടക്കം അവർക്കുള്ള പാത്രങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല ഒരു ഹൈടെക് നിലവിൽ തന്നെയാണ് നമ്മുടെ അംഗൻവാടികൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതും. ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഇല്ലാതെയും നല്ല നിലവിൽ എല്ലാവരെയും കുട്ടികളെ കൊണ്ടുവന്ന് ഇരുത്തണമെങ്കിൽ നല്ല നിലവിലുള്ള ഒരു അംഗൻവാടികൾ തന്നെ വേണം. അപ്പൊ അത് എല്ലാ 20 അംഗൻവാടികളും അത്തരം രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. നമ്മുടെ അവിടെ എല്ലാം ചില അംഗൻവാടികളിൽ 15-17ഓളം കുട്ടികളാണ് ഇപ്രാവശ്യം അംഗൻവാടികളിലേക്ക് വരാനുള്ളത്. അപ്പൊ അതുകൊണ്ട് അംഗൻവാടിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും പഞ്ചായത്ത് അപ്പോഴേക്കപ്പോഴേ ഫണ്ട് വെച്ച് അവർക്ക് വേണ്ടിയ സൗകര്യങ്ങളെല്ലാം പഞ്ചായത്ത് ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയിക്കുക. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖല നമ്മുടെ പൊതുവിദ്യാലയമായിട്ടുള്ള ആകെ നമ്മുടെ പഞ്ചായത്തിൽ വരുന്ന വട്ടേക്കാട് സ്കൂളാണ്, UP സ്കൂളാണ് വരുന്നത്. അവിടുത്തെ പ്രഭാത ഭക്ഷണം, കാരണം അവിടെ ഒരു കാലഘട്ടത്തിൽ 100-ൽ താഴെ കുട്ടികൾ ഉണ്ടായിരുന്ന സ്കൂളായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം ക്ലാസ് മുറികളെല്ലാം ഹൈടെക് ആയി മാറി. ഇപ്പോ കഴിഞ്ഞ മാസമാണ് ഒരു വലിയ ഒരു കിച്ചണോട് കൂടിയിട്ടുള്ള വലിയ 2-3 ക്ലാസ് മുറികളും അതിൽ ഹൈടെക് രീതിയിൽ സജ്ജീകരിച്ചുകൊണ്ട് 2 കോടി രൂപയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ഷംസീർ നിയമസഭാ സ്പീക്കറാണ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA ആണ് അതിന് നേതൃത്വം കൊടുത്തത്. ബാബു അവർകളാണ് നേതൃത്വം കൊടുത്ത് ഫണ്ട് കൊണ്ടുവന്നതും. അതുപോലെ തന്നെ ഇപ്പോ ഗവൺമെന്റ് സ്കൂള് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല പുറത്തുള്ള പഞ്ചായത്തുകളിൽ നിന്ന് പോലും ഇപ്പൊ കുട്ടികളെ നമ്മുടെ ഈ പൊതുവിദ്യാലയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ 350-ൽ കൂടുതൽ കുട്ടികളാണ് ഇന്ന് നമ്മുടെ ഗവൺമെന്റ് സ്കൂളിലുള്ളത്. അതിൽ ഒരു PTA കമ്മിറ്റിയുടെ നല്ല ഒരു സഹകരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രഭാത ഭക്ഷണം പഞ്ചായത്ത് ഫണ്ട് വെച്ച്
കാലത്ത് 8:30 തന്നെ കൊടുക്കും. അവരുടെ രക്ഷിതാക്കൾക്ക് ഒരിക്കലും ആ കുട്ടിക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യാൻ പുലർച്ചെ എണീച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അവർ ക്ലാസ് തുടങ്ങി ജൂണിൽ തുടങ്ങി കഴിഞ്ഞാൽ ജൂൺ അവസാനത്തോടു കൂടി തന്നെ നമ്മുടെ പ്രഭാത ഭക്ഷണം നമ്മൾ തുടങ്ങും. ആ തുടങ്ങിയ അവസാനം വരെയും അവർക്ക് ആ കാലത്ത് അത് നോക്കേണ്ട. തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കാർഷിക മേഖലയാണെങ്കിലും ആരോഗ്യ മേഖലയാണെങ്കിലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിവരുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. പാലക്കാട് ജില്ലയിലെ എലവഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് എന്റെ പഞ്ചായത്തിലൂടെ ഇന്ന് പങ്കുവെക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠനുണ്ട്. ശ്രീ മണികണ്ഠൻ, വയോജനങ്ങൾക്ക് ഭിന്നശേഷിക്കാർക്കുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? വയോജനങ്ങൾക്കുള്ള ഫണ്ട് നമ്മൾ എല്ലാ വർഷവും വയ്ക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ വയോജനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ വൃദ്ധർക്കായിട്ടുള്ള കട്ടില് വിതരണം നടക്കാറുണ്ട്. ഒരു കഴിഞ്ഞ മാസമാണ് നമ്മൾ ഈ വീൽ ചെയറുകള്, അതുപോലെ തന്നെ ചെവി കേൾക്കാത്തവർക്കുള്ള ഉപകരണങ്ങൾ, അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണം, അവർക്ക് എന്താണോ ആവശ്യം, നമ്മുടെ മെഡിക്കൽ ഓഫീസർ ക്യാമ്പുകൾ നടത്തി അവർക്ക് എന്താണോ ഉപകരണങ്ങളുടെ ആവശ്യം അത് നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. പ്രായമായവർക്കുള്ള കട്ടിലാണെങ്കിലും അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് ആവശ്യപരമായിട്ടുള്ള മറ്റേ വീടിനായിക്കോട്ടെ അവർക്ക് വേണ്ടിയ എന്താണോ ആവശ്യം അവരുടെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും എല്ലാറ്റിനും അവരെ മുൻപന്തിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ വയോജനങ്ങളെയും മറ്റേ വൃദ്ധരായിട്ടുള്ള ആൾക്കാർ, ഭിന്നശേഷിക്കാര്, അവരെയെല്ലാം നമ്മൾ പരമാവധി ഫണ്ട് വെക്കാൻ പറ്റുന്ന അതിനപ്പുറം നമ്മൾ വെച്ച് അവരെ സഹായിക്കുന്നുണ്ട്. മുച്ചക്ര വാഹനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് എല്ലാ വർഷവും അവരുടെ അക്കൗണ്ടുകളിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരം രീതിയിൽ ഭിന്നശേഷിക്കാര് എന്നുള്ളത് അവർക്ക് പെൻഷൻ ആയിക്കോട്ടെ, അവർക്കൊക്കെ 2 തരത്തിലുള്ള പെൻഷനുകൾ ലഭിക്കും. അവർ ഭിന്നശേഷിന്റെ വികലാംഗ പെൻഷൻ കിട്ടും, അതോടൊപ്പം തന്നെ 60 വയസ്സ് കഴിഞ്ഞാൽ ഉള്ള പെൻഷനും അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ അത്തരം രീതിയിൽ അവരെ ഏതെല്ലാം രീതിയിൽ നമുക്ക് സഹായിക്കാൻ കഴിയുമോ അത് ഭരണസമിതി നന്നായിട്ട് തന്നെ ഇതുവരെയും ഒരു മുടക്കം വരുത്താതെ അവർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നാണ് വീട് എന്ന് പറയുന്നത്. ലൈഫ് ഭവന പദ്ധതി എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചത്? നമ്മുടെ ഭരണസമിതി വന്നതിന് ശേഷം 300ഓളം വീടുകൾ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. ഇപ്പൊ 170ഓളം വീടുകൾ ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും വീടിന് മുൻതൂക്കം കൊടുക്കുക എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവർക്കൊരു വീട്, അവർക്ക് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭരണസമിതി മുൻപന്തിയിൽ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഒരു ചെറിയൊരു പഞ്ചായത്താണ്, ഓൺ ഫണ്ടുകളെല്ലാം വളരെ കുറവായിട്ടുള്ള ഒരു പഞ്ചായത്താണെങ്കിലും നമ്മൾ ഈ നമുക്ക് തന്നിട്ടുള്ള കോട്ടയിൽ നിന്ന് കൂടുതൽ പേര് നമുക്ക് ഇതിനു വേണ്ടി ഫണ്ട് മാറ്റിവെക്കാം. അത് ബ്ലോക്കും ത്രിതല പഞ്ചായത്തുകളുടെ സഹായത്തോടു കൂടി തന്നെയാണ് നമ്മളത് പൂർത്തിയാക്കി വരുന്നത്. അതുപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതിയിൽ 120ഓളം SC കുടുംബങ്ങളുണ്ട്. അവർക്ക് പൂർണ്ണമായിട്ടും വീടുകൾ കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ജനറൽ വിഭാഗത്തിലുള്ള വീടുകൾ എടുത്തത്. അതോടൊപ്പം PMA വീടും. അപ്പൊ അതും കൂടി ചേരുമ്പോൾ നമ്മൾ 500ഓളം വീടുകൾ ഇപ്പൊ നമ്മുടെ ലൈവിൽ നമ്മുടെ ഈ ഒരു ഭരണസമിതിയുടെ അവസാന ഘട്ടം എത്തുമ്പോഴേക്ക് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. 289-90ഓളം വീടുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് കൂടി അതിന്റെ നിർമ്മാണ പ്രവൃത്തിയായിട്ട് പോകുന്നുണ്ട്. ഇപ്രാവശ്യത്തെ ഫണ്ടുകൾ കൂടി അനുവദിച്ചാൽ എത്രയും പെട്ടെന്ന് അത് നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇനിയും നിറയെ പേര് വീടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരെ കൂടിയിട്ട് നമുക്ക് ഈ ഭരണസമിതിയുടെ കാലാവധിക്ക് മുൻപായിട്ട് തന്നെ അവർക്കും കൂടി അവരുടെ സ്വപ്നം എന്നുള്ള ഭവനം നമുക്ക് ലൈഫ് മിഷനിലൂടെ പൂർത്തിയാക്കാൻ കഴിയണം. അത് നിരവധി പേർക്ക് ഈ ലൈഫ് മിഷൻ പദ്ധതി നല്ല പ്രയോജനമാണ് സാധാരണക്കാർക്ക് ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണ രംഗത്ത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്? കുടുംബശ്രീ, തൊഴിലുറപ്പ് പദ്ധതികൾ, സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. തീർച്ചയായിട്ടും അതാണ് തൊഴിലുറപ്പിലൂടെ പറയുന്നത്. ഏറ്റവും ഒരു ചെറിയ പഞ്ചായത്താണെങ്കിലും നമ്മൾ ആദ്യം തന്നെ ഈ തൊഴിലുറപ്പിലൂടെ സ്ത്രീകൾക്കുള്ള തൊഴിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഒരു വാർഡിൽ ഒരു 300 പേരോളം ഈ തൊഴിലുറപ്പ് ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് 100 ദിവസം പണി ലഭിക്കുന്ന രീതിക്കനുസരിച്ച് വേണം വാർഡുകളിൽ നമ്മൾ ഈ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ. അങ്ങനെ തയ്യാറാക്കി കഴിയുമ്പോഴാണ് മുൻകൂട്ടി തയ്യാറാക്കുമ്പോഴാണ് അവർക്ക് 100 ദിവസം പണി ലഭിക്കാൻ കഴിയും. ഒരു കാലഘട്ടത്ത് ഈ എലവഞ്ചേരി പഞ്ചായത്തിൽ ഈ ഫസ്റ്റ് ക്രോപ്പ് കൊയ്ത്തെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ മേഖലകളിലേക്ക് തൊഴിൽ തേടി പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ തൊഴിലുറപ്പ് മേഖല വന്നതോടുകൂടി നമ്മുടെ നാട്ടിൽ തന്നെ അവർക്ക് തൊഴിൽ ലഭ്യമാകുന്ന നിലയിൽ നമ്മൾ മെമ്പർമാർ ചേർന്ന് അവർക്ക് തൊഴിലിനുള്ള ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തി അംഗീകരിച്ചു വരുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ 100% തൊഴിൽ കൊടുക്കാൻ പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ തൊഴിലുറപ്പിലൂടെ
വരുമാനം കണ്ടെത്തുമ്പോൾ നമ്മൾക്ക് ആ പ്രദേശത്തെ കുടുംബങ്ങളിലേക്ക് ഈ തൊഴിലുറപ്പിന്റെ വരുമാനം വരുമ്പോഴാണ് അവര് ഈ കടയിലും കച്ചവടവും സ്ഥാപനങ്ങളെല്ലാം നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്ക് ആ വരുമാനം ഉണ്ടാകുക. അപ്പൊ ഇവർക്ക് പുറത്തു പണിക്ക് പോകേണ്ട യാതൊരുവിധ ആവശ്യവും ഇവർക്കില്ല. കാരണം ഈ തൊഴിലുറപ്പ് മേഖല കൊണ്ട് തന്നെ നമുക്ക് പച്ചക്കറി ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കൃഷിയിടങ്ങള് ഒരുക്കല്, അതുപോലെ തന്നെ ബണ്ടുകൾ കെട്ടല്, അതുപോലെ അംഗൻവാടികളോ നിർമ്മാണ പ്രവർത്തികളോ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. മെറ്റീരിയൽ വർക്കുകളെല്ലാം ചെയ്യുന്നുണ്ട്. അതല്ല ഈ തൊഴിലുറപ്പിലൂടെ നമുക്ക് ഉൾപ്പെടുത്തുമ്പോൾ സ്ത്രീകൾക്ക് എവിടെയും പുറത്ത് തൊഴിലിൽ പോകേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ പഠിച്ച് ഇന്നത്തെ യുവാക്കൾക്ക് ഡിഗ്രി വരെയോ ബികോം വരെയൊക്കെ പഠിച്ചിരിക്കുന്ന പെൺകുട്ടികളുണ്ട്. അവർക്ക് ജോലി എന്ന് പറയുന്നത് എല്ലാവർക്കും ഗവൺമെന്റ് ജോലി എന്നുള്ളതല്ല. നിലവിൽ അവർക്ക് സ്വയം തൊഴിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ 1 ലക്ഷം പേർക്ക് ഒരു വർഷം കൊണ്ട് തൊഴിൽ കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ പഞ്ചായത്തിൽ ടാർഗറ്റ് 80-100ഓളം പേരുണ്ടായിരുന്നു. ഇപ്പോ 4 വർഷം കൊണ്ട് 20 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ എലവഞ്ചേരി സഹകരണ ബാങ്ക്, അതുപോലെ കനറ ബാങ്ക്, അങ്ങനെ അവരുടെ എല്ലാ സഹായത്തോടു കൂടി ചെറുപ്പക്കാർക്ക് ഇവിടെ ഒരു വ്യവസായ ഓഫീസർ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. നിങ്ങൾക്ക് എന്താണ് ആവശ്യം, എന്ത് തൊഴിൽ ചെയ്യണം, നമ്മളൊരു വർക്ക്ഷോപ്പ് ആണെങ്കിലും അവർക്ക് ഇവിടെ മറ്റേ ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ അവരുടെ ആധാരങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ഈ വ്യവസായത്തിലൂടെ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമുള്ള അവർക്ക് ഫണ്ട് ലഭിക്കുന്നുണ്ട്. ഫണ്ട് ലഭിക്കുമ്പോൾ അവർക്ക് വർക്ക്ഷോപ്പ് തുടങ്ങുന്നതോ എന്ത് വേണേ, വാഹനമാണോ, ടാക്സിയാണോ, ഓട്ടോറിക്ഷയാണോ, അല്ലെങ്കിൽ ഈ കുടുംബശ്രീയിലുള്ള ആൾക്കാർക്ക് ടൈലർ മെഷീൻ ആണോ, അതുപോലെ തന്നെ കാറ്ററിംഗ് തുടങ്ങണോ, അവർക്ക് എന്താണോ അവർക്ക് തുടങ്ങാൻ, ബ്യൂട്ടീഷ്യനോ, എല്ലാറ്റിനും നമ്മൾ ഇവിടുന്ന് ഈ വ്യവസായ ഓഫീസർ മുഖേന നമ്മുടെ എലവഞ്ചേരി സഹകരണ ബാങ്കും അതുപോലെ തന്നെ നാഷണൽ ബാങ്കുകളുമായിട്ട് അവർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിരവധി പേർക്ക് ആ രീതിയിൽ തൊഴിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്ത്രീകൾക്ക്. അതുപോലെ തന്നെ നമ്മൾ സഹകരണ ബാങ്കിൽ നിന്ന് കൊടുക്കുന്ന JLG കൃഷി ഇറക്കുന്ന സ്ത്രീകൾക്ക് JLG ലോൺ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന് ഇൻട്രസ്റ്റ് സബ്സിഡി ആയിട്ട് ഒരു വർഷത്തിൽ അവർക്ക് 4 ലക്ഷം രൂപ എടുത്ത് 20,000 രൂപ അവർക്ക് ഇൻട്രസ്റ്റ് സബ്സിഡി ആയിട്ട് കയറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന പഞ്ചായത്തിന്റെ ഒരു കുടുംബശ്രീ മുഖേന നിയമത്തിനകത്തു നിന്ന് ചെയ്യാൻ പറ്റുന്നത് പരമാവധി അവർക്ക് സ്വയം തൊഴിലുള്ള പരിശീലനങ്ങൾ നമ്മൾ പഞ്ചായത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന പരിശീലനങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റേ സ്റ്റിച്ചിങ്, അങ്ങനെ പലതരത്തിൽ അവർക്ക് എന്താണോ താല്പര്യം അതിനുള്ള പരിശീലനങ്ങൾ നമ്മൾ ഈ പഞ്ചായത്ത് മുഖേന നമ്മൾ അവർക്ക് കൊടുത്തു വരുന്നുണ്ട്. ഇനിയും ഇത് ഈ കേരള വിഷൻ സംരക്ഷണം ചെയ്യുമ്പോൾ അറിയുന്ന യുവാക്കൾ ആരെങ്കിലും ജോലി ശരിയാകാതെയോ അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ആഗ്രഹിച്ച രീതിയിൽ അവർക്ക് ഒരു വർക്ക്ഷോപ്പ് തുടങ്ങാൻ, അവരുടെ സ്വയം തൊഴിൽ തുടങ്ങാൻ സാധ്യമാകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നോട്ടെ, പഞ്ചായത്തിൽ വന്നാൽ മതി. അവർക്കൊരു തൊഴിലും സംരംഭം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ആർക്കാണെങ്കിലും അത് ചെയ്തു കൊടുക്കുന്നതിൽ യാതൊരു വിധത്തിൽ ഇവിടെ ഒരു തടസ്സവുമില്ല. കാരണം അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞാലാണ് നമുക്ക് അത് സാധിച്ചു കൊടുക്കാൻ കഴിയും. അത് നമ്മുടെ ഗവൺമെന്റ് പരിപൂർണമായിട്ട് അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ ഇവിടെ PSC സെന്ററുകളുണ്ട്. ഈ കേരളത്തിൽ എവിടെയും ചിലപ്പോൾ ഇതുപോലെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് 2000-ഓളം പേര് ഇന്ന് ഗവൺമെന്റ് ജീവനക്കാരുള്ള ഏക പഞ്ചായത്താണെന്ന് നമുക്ക് പറയാൻ കഴിയും എലവഞ്ചേരി പഞ്ചായത്ത്. നമ്മളെല്ലാം മറ്റു ചാനലുകളിൽ കണ്ടിട്ടുണ്ടാവും. ഈ അടുത്ത കാലത്ത് 280ഓളം പോലീസുകാരുള്ള പഞ്ചായത്ത് എലവഞ്ചേരി പഞ്ചായത്ത്. അപ്പൊ അവർ ഇത്രയും പേര്, ഇതെല്ലാം നേരത്തെ ഇവിടുന്ന് PSC സെന്റർ സൗജന്യപരമായിട്ടുള്ള സയൻസ് സെന്റർ പോലുള്ള ഇവിടുത്തെ സെന്ററുകളുണ്ട്. ആ സെന്ററുകൾ മുഖേന പഠിച്ച് അവരിറങ്ങി ജോലിക്ക് കയറിയവർ അവർ തന്നെയാണ് ഇതിനുള്ള നേതൃത്വം കൊടുത്ത് ഇവരെ പഠിപ്പിച്ച് ഇവരെ മറ്റുള്ള കുട്ടികളെ കൂടിയിട്ട് ഒരു വീട്ടിൽ നിന്ന് 8 പേര് വരെ ഗവൺമെന്റ് ജോലിക്കാരുണ്ട്. കാരണം അവരുടെ മക്കൾ 4 പേര് ആണുങ്ങളായിട്ടുള്ളവർ വിവാഹം കഴിച്ച അവരുടെ മക്കളും ഗവൺമെന്റ് ജോലി, അങ്ങനെ എല്ലാവരും ഗവൺമെന്റ് ജോലിക്കാരായിട്ടുള്ള ഒരു വീട്ടിലെ അത്രയും കുടുംബങ്ങളോട് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായി സാധാരണപ്പെട്ട പാവപ്പെട്ട വീട്ടിലെ ഇനി വളർന്നു വരുന്ന മുഴുവൻ കുട്ടികളെയും ഇത്തരം രീതിയിൽ സൗജന്യ രീതിയിൽ അവരെ പഠിപ്പിച്ച് PSC എഴുതിപ്പിച്ച് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥാധികളാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ യുവാക്കളും ഇന്ന് എലവഞ്ചേരിയിലെ ഏറ്റവും വലിയ സമ്പത്ത്, സ്വത്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ജീവനക്കാർ തന്നെയാണ്. അവര് നല്ല മനസ്ഥിതിയോടുകൂടി തന്നെ ഒരുപാട് കുടുംബങ്ങള് പാടത്തും പറമ്പിലൊക്കെ പണിയെടുക്കുന്ന അവരുടെ മക്കളെ നല്ല ഉന്നതങ്ങളിലേക്ക് ഉള്ള ഉദ്യോഗസ്ഥരാക്കി മാറ്റുന്നത്. കേരളത്തിലെ ഏത് ഓഫീസിൽ പോയാലും എലവഞ്ചേരിക്കാരായിട്ടുള്ള ഒരാളെങ്കിലും ഉണ്ടാവും. അത് അത്തരം രീതിയിൽ തീർച്ചയായിട്ടും കൂട്ടായ മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഞങ്ങള് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം 1-2 കാര്യങ്ങൾ കൂടി പറയാൻ. നമ്മുടെ
ഇനി നമ്മൾ പറയാനുള്ളത് സമ്പൂർണമായിട്ട് ജൽജീവൻ മിഷന്റെ ഭാഗമായി പോത്തുണ്ടി കുടിവെള്ള പദ്ധതി MLA-യുടെ കോടിക്കണക്കിന് രൂപ വകയിരുത്തിക്കൊണ്ട് എലവഞ്ചേരി പഞ്ചായത്തിൽ 5500-ഓളം വരുന്ന കുടുംബങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ കഴിയും. എല്ലാ വീടുകളിലും ഈ നമ്മൾ ഒരിക്കലും എലവഞ്ചേരി സ്വപ്നം പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇവിടെ കൊണ്ടുവന്ന് എലവഞ്ചേരിയിൽ എല്ലാ വീടുകളിലും എത്തിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ എലവഞ്ചേരിയെ സമ്പൂർണ്ണ തെരുവ് വിളക്ക് മുക്തമായിട്ടുള്ള എന്ന് വെച്ചാൽ എവിടെയും ലൈറ്റ് ഇല്ലാത്ത ഒരു പ്രദേശം പോലും ഇല്ല, സമ്പൂർണ്ണ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ച ഒരു പഞ്ചായത്തായിട്ട് എലവഞ്ചേരി മാറിയിട്ടുണ്ട്. അതിന് നമ്മുടെ ബഹുമാനപ്പെട്ട MLA 2 കോടി രൂപയോളം വകയിരുത്തി നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി എല്ലാവരുടെയും എലവഞ്ചേരി പഞ്ചായത്തിൽ ഏത് പാതിരാത്രി വന്നാലും ഒരു ടോർച്ച് ഇല്ലാതെ തന്നെ എലവഞ്ചേരി മുഴുവൻ കറങ്ങി നടക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലയിലെ റോഡുകൾ അതെല്ലാം നമ്മൾ ഏറെക്കുറെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ശേഷിക്കുന്ന 1-2 റോഡുകൾ കൂടി അത് ഉടൻ തന്നെ നമ്മൾ ബന്ധപ്പെട്ട MLA-യുമായി ഇടപെട്ട് അത് പൂർത്തീകരിക്കുന്നതാണ്. ഇനി ഞങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് നെല്ലിയാമ്പതിയുടെ താഴ്വരയായിട്ടുള്ള മലയോര പ്രദേശം ഒരു ടൂറിസം കേന്ദ്രത്തിന് അനുയോജിതകരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അത് ഇതുപോലെ തന്നെ ഈ സമ്പൂർണമായിട്ടുള്ള കുടിവെള്ള ക്ഷാമം പറയുന്ന അത് പരിഹരിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ തെരുവുവിളക്കുകളുടേതായിട്ടുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഈ ആഗ്രഹിക്കുന്നത് ഇനി ശേഷിക്കുന്ന വീടുകളിൽ കൂടിയിട്ട് ഉള്ള കുട്ടികളെ കൂടിയിട്ട് ഗവൺമെന്റ് ജീവനക്കാരാക്കുക, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. അതിനെല്ലാം ഇപ്പൊ നമുക്കിവിടെ നേതൃത്വം തരുന്ന ഞങ്ങൾക്ക് നേതൃത്വം തരുന്ന മറ്റേ നമ്മുടെ പാർട്ടിയും സംവിധാനവും നല്ല സപ്പോർട്ട് നമുക്ക് എന്ത് വികസന പ്രവർത്തനങ്ങൾക്കും അതിന് പ്രയോജനപരമായ പുരോഗമന പ്രസ്ഥാനം നമുക്ക് ചെയ്തു തരുന്നു. അതുകൊണ്ട് യുവാക്കളാണെങ്കിലും യുവാക്കൾക്ക് ഇനി ഞങ്ങളുടെ ഒരു ആവശ്യം പറഞ്ഞ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള ഒരു ഗ്രൗണ്ട് സ്വന്തമായിട്ടില്ല, അത് നമുക്കൊന്ന് വാങ്ങണം. പാലക്കാട് ജില്ലയിലെ എലവഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എൻ്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.